ദുരന്ത മുഖത്തോട്ട് ചെന്ന് കയറി റീൽസും എടുത്ത് സെൽഫിയും എടുത്ത് വീഡിയോ കട്ട് ചെയ്ത് BGM ഇട്ട് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഒരു കൂട്ടർ. മഴക്കെടുതിക്കിടെ റീൽസ് ഓളികളുടെ അതിപ്രസരം പലയിടത്തും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു. റീച്ചിനും കാശിനും വേണ്ടി അപകട മേഖലകളിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്ന റീൽസ് ഭ്രാന്തരോടാണ് പറയുന്നത്, കുറച്ച് ഔചിത്യത്തോടെ പെരുമാറുക. എന്തവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ബോധമെങ്കിലും ഒന്ന് വേണം. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുകയാണ് ഇത്തരക്കാരുടെ റീൽസ് എടുപ്പ്. അപകട സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും മാറി താമസിക്കണമെന്നും ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് ഓരോ മിനിറ്റിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വാഹനങ്ങളിൽ മൈക്കും വെച്ച് കെട്ടി അനൗൺസ്മെന്റ് നടത്തി ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലും ഇതൊന്നും കൂസാതെ കുറെ എണ്ണം അപകടത്തിന്റെ അണ്ണാക്കിലോട്ട് ചെന്ന് കയറി കൊടുക്കുകയാണ്. രോഷം അണ പൊട്ടിക്കൊണ്ട് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് താഴെ കൊണ്ട് കമന്റ് ഇടുന്നത് നിന്നെയൊക്കെ ഉരുളെടുക്കുമെടാ എന്നാണ്. ഈ റീൽസ് എടുക്കാൻ ചെന്ന് കയറി കൊടുത്തിട്ട് അപകടത്തിൽപ്പെട്ടാലോ എന്തെങ്കിലും സംഭവിച്ചാലോ പോലീസിന്റെയും രക്ഷാപ്രവർത്തകരുടെയും നെഞ്ചത്ത് കയറാൻ ചെല്ലും വേറെ കുറെ എണ്ണം. നിങ്ങളൊരു കാര്യം ഓർക്കുക, രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നവരും മനുഷ്യരാണ്. അവർ ജീവൻ പണയം വെച്ചാണ് അപകട മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവരുടെ ജീവനും കൂടി പ്രതിസന്ധിയിലാക്കുന്ന പ്രവൃത്തിയാണ് ഈ റീൽസ് എടുപ്പുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ തടസ്സമുണ്ടാക്കുന്ന ഇത്തരക്കാരെ പലയിടത്തും ഇപ്പോൾ ജനങ്ങൾ തന്നെ ഓടിക്കുന്നുണ്ട്. കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് റീലെടുപ്പ്, ഉരുൾപൊട്ടൽ മേഖലകളിൽ റീൽസ് എടുപ്പ്, നദികളിൽ വെള്ളം പൊങ്ങുമ്പോൾ അവിടെയും ചെന്ന് റീൽസ് എടുപ്പ്, മലവെള്ളപ്പാച്ചിലും ദുരിതം വിതയ്ക്കുമ്പോൾ അവിടെയും റീൽസ് എടുപ്പ്. വേറെ കുറെ എണ്ണമുണ്ട്. അവർ യാത്രയ്ക്കായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിലും കടലിലും കുളിക്കാൻ ഇറങ്ങുന്നു, മലയോര മേഖലകളിലേക്ക് യാത്ര പോകുന്നു. ഭരണകൂടം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ടും കൂസാതെയാണ് ഈ വിനോദസഞ്ചാരികളുടെ യാത്ര. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അതായത് ഈ ദുരിതബാധിതരായ ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, ആ ക്യാമ്പുകളിൽ ചെന്ന് കയറിയിട്ട് അവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് രാഷ്ട്രീയം കളിക്കൽ, എന്നിട്ട് തമ്മിലടിപ്പിക്കൽ. ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? കുറച്ചെങ്കിലും ബോധം കാണിക്കുക. വ്യൂസ് കൂട്ടാൻ വേണ്ടി പഴയ വീഡിയോകൾ എടുത്തിടുന്ന വേറെ കുറച്ചെണ്ണമുണ്ട്. ഈ വീഡിയോകളോ തെറ്റായ വിവരങ്ങളോ പങ്കുവെക്കരുത് എന്നാണ് ഇവരോട് പറയാനുള്ളത്. കാരണം ലൈക്കുകളെക്കാളും വ്യൂസിനേക്കാളും ഷെയറിനേക്കാളും ഒക്കെ പ്രധാനം സ്വന്തം ജീവനും സഹജീവികളുടെ സുരക്ഷയുമാണ് എന്നോർക്കുക. ഇതിപ്പോൾ പറയാനൊരു കാരണമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി 2018-19 കാലത്തെ പ്രളയ വീഡിയോകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രക്ഷാപ്രവർത്തകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. പലരും ഈ വീഡിയോ കണ്ടിട്ട് ഭയപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെസ്ക്യൂ ടീം അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് പ്രശ്നമൊന്നുമില്ല. അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഇടങ്ങളിൽ ഇതോടെ ഈ റെസ്ക്യൂ ടീം എത്താൻ വൈകുകയാണ്. കൂടാതെ വിദേശത്തും കേരളത്തിന് പുറത്തുമുള്ള മനുഷ്യർ ഈ പഴയ വീഡിയോകൾ കണ്ട് തെറ്റിദ്ധരിച്ച് പാനിക്കാകുകയാണ്. മാതാപിതാക്കൾ സുരക്ഷിതരാണോ, സ്വന്തക്കാർ സുരക്ഷിതരാണോ എന്നൊക്കെയുള്ള വലിയ ആദിയാണ് ഇവരിലുള്ളത്. പലയിടത്തും മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ തനിച്ച് താമസിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. മക്കളൊക്കെ വിദേശത്തായിരിക്കും. ദൂരത്തിരിക്കുന്നവരുടെ ആശങ്ക എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കരുത്. 10 ലൈക്കിനേക്കാളും ഷെയറിനേക്കാളും കമന്റിനേക്കാളും വലുതാണ് മനുഷ്യന്റെ ജീവൻ. കേരളം വലിയൊരു പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുമ്പോൾ, അതായത് മഴക്കെടുതിക്കിടയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ റീൽസ് എടുക്കാൻ മുട്ടി നിൽക്കുന്നവരോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. മഴക്കെടുതിക്കിടയിലും ദുരന്തബാധിത പ്രദേശങ്ങളിലും നിയമപരമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് റീൽസുകളോ മറ്റു വീഡിയോകളോ ചിത്രീകരിക്കുന്നത് കടുത്ത കുറ്റകരമാണ്. ഇത്തരം ലംഘനങ്ങൾക്കെതിരെ പോലീസ് വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമം ആക്ട് 2005 പ്രകാരം ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ലംഘിക്കുകയോ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ചെയ്താൽ ഈ നിയമപ്രകാരം കേസെടുക്കാം. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചാൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായി പെരുമാറുന്നതിനും, അതായത് റീൽസ് എടുക്കാൻ വെള്ളത്തിൽ ചാടുക,
പാലത്തിൽ കയറി നിൽക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടരുണ്ടല്ലോ, അവർക്കെതിരെ പൊതു ഉത്തരവുകൾ ലംഘിക്കുന്നതിനും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതായത് രക്ഷാപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റീൽസ് എടുക്കാൻ ചെന്ന് നിന്നുകൊടുത്താൽ അവർക്കെതിരെ കടുത്ത ശിക്ഷ ഉണ്ടാകും. മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ, പ്രളയജലത്തിലൂടെയോ വെള്ളക്കെട്ടിലൂടെയോ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിച്ച് റീൽസ് എടുത്താൽ വലിയ തുക പിഴ ഈടാക്കുകയും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ വെള്ളത്തിലൂടെയൊക്കെ മാസ് കാണിച്ച് റീൽ അതെടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ അധികം കൂട്ടർ. ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ ഒരു അപകടത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരം അപകടകരമായ കാര്യങ്ങൾ ചെയ്യണോ? രക്ഷാപ്രവർത്തകരെ പോലും ദുരന്തത്തിലാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കൽ, IT ആക്ട് സെക്ഷൻ 66E പ്രകാരം ദുരന്തത്തിൽപ്പെട്ടവരുടെയോ മറ്റു വ്യക്തികളുടെയോ സമ്മതമില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. അപകടകരമായ ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്വയം നീക്കം ചെയ്യാനും അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. റീൽസോളികളെന്ന് എല്ലാവരെയും ആക്ഷേപിച്ചതല്ല. സോഷ്യൽ മീഡിയ മനുഷ്യർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. 2018-19 കാലത്തെ പ്രളയത്തിൽ അന്ന് ഒറ്റപ്പെട്ടുപോയ മനുഷ്യരിലേക്ക് സഹായം എത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച എത്രയോ പേരുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഭരണകൂടം മാത്രം വിചാരിച്ചാൽ അതിനെ നേരിടാൻ കഴിയില്ല. ജനം ഒന്നിച്ചു നിൽക്കണം, അവരാൽ കഴിയുന്ന സഹായം ചെയ്യണം. വീടിന്റെ 2ാം നിലയിലൊക്കെ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ വിവരങ്ങൾ പോലീസിനും റെസ്ക്യൂ ടീമിനും എത്തിച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ ഉണ്ടാക്കി വേണ്ട സാധനങ്ങൾ, ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാനും പ്രായമായവരെ ആശുപത്രികളിൽ എത്തിക്കാനും ക്യാമ്പുകളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും സോഷ്യൽ മീഡിയയിലൂടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മഴക്കെടുതിയിൽ കൈത്താങ്ങായവർ എത്രയോ ആയിരുന്നു. ഒരു കൺട്രോൾ റൂം പോലെ അന്ന് കേരളം മാറി. ഓരോ മനുഷ്യരും ഓരോ വാരിയറായി നിൽക്കുകയായിരുന്നു ആ സമയത്ത്. സോഷ്യൽ മീഡിയയിൽ അഹോരാത്രം പ്രവർത്തിച്ചവർ അന്ന് എത്രയോ പേരുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദുരന്തമുഖത്തും അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അവർക്കും കൂടി അപമാനമാകുകയാണ് സ്വന്തം നേട്ടത്തിനും ഫോണും തൂക്കി ഇറങ്ങിയ കുറച്ചുപേർ. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക.